എല്ലാവർക്കും നമസ്കാരം. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്കും ഈ ഒരു ഈവനിങ് സ്നാക്ക് എന്ത് കൊടുക്കുക എന്നുള്ളത് മിക്ക അമ്മമാരുടെയും ഒരു കൺഫ്യൂഷൻ ആണല്ലേ. കാരണം ഒരു ദിവസം ഉണ്ടാക്കി കൊടുക്കുന്നത് പിറ്റേ ദിവസം കഴിക്കത്തില്ല. അപ്പൊ ഇന്ന് ഞാൻ നല്ലൊരു എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ലൊരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ട് വന്നേക്കുന്നത്. ഗോതമ്പ് പൊടിയും വളരെ കുറച്ച് ചേരുവകളും മാത്രം മതി, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം, കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുകയും ചെയ്യും. എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുതേ. അപ്പൊ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. ഞാനിവിടെ 250 ഗ്രാം ചിക്കൻ പുഴുങ്ങി മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതാ കണ്ടോ, ഇതുപോലെ വേണം ഒന്ന് അടിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കിത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്ത് ഒരു പാൻ വെച്ച ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഓയിലും ചേർത്ത് കൊടുക്കാമേ. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും. എന്നിട്ട് എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുഞ്ഞു കുഞ്ഞായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഒരു മീഡിയം സൈസ് സവാള അതും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഒരുപാട് ഇങ്ങനെ ഫ്രൈ ആയിട്ടൊന്നും വരണ്ട, പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്ന ഒരു 4 മണിക്ക് പലഹാരത്തിന്റെ റെസിപ്പിയാണിത്. അപ്പൊ നന്നായിട്ടൊന്ന് വഴന്നു വരുമ്പോഴത്തേക്കും ഇതുകൊണ്ട് ഇതുപോലെ ഒന്ന് വഴന്നു വന്നാൽ മതി, ഒന്ന് വാടി വന്നാൽ മതി. ഇത്തിരി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാം. ഒരുപാട് സ്പൈസി ആയിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ അളവ് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഞാനെല്ലാം 1/2 ടീസ്പൂൺ 1/4 ടീസ്പൂൺ ഒക്കെ ചേർത്തിട്ടുള്ളൂ. ഇനി നമ്മള് മിക്സിയിൽ അടിച്ചെടുത്ത് ചിക്കൻ കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ചിക്കൻ ഇല്ലെങ്കിൽ ചിക്കന് പകരം നിങ്ങൾക്ക് മുട്ട ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പനീർ എടുക്കാം. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് മാറ്റം വരുത്തിയിട്ട് ഉണ്ടാക്കിയെടുക്കാം ഈ റെസിപ്പി. അല്ലെങ്കിൽ മഷ്റൂം വെച്ചിട്ട് ഞാൻ ചെയ്യാറുണ്ട്. ഞാനിങ്ങനെ മാറ്റി ചെയ്യാറുണ്ട്. കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ചപ്പാത്തി മാവ് ഒന്ന് കുഴച്ചെടുത്തിട്ട് ഉപ്പും വെള്ളവും ഒരിത്തിരി ഓയിലും ചേർത്ത് കൊടുത്ത് ചെറു ചൂടുവെള്ളത്തിൽ കുഴച്ചെടുത്താണ് ഈ ചപ്പാത്തിയുടെ ഡൗ. ഇനി വലിയ കഷ്ണം, വലിയൊരു ചപ്പാത്തിയുടെ ഉരുള പോലെ എടുക്കാം. അതായത് വലുതായിട്ട് പരത്തിയിട്ട് വേണം നമുക്ക് ഇതിലേക്ക് സ്റ്റഫിങ് വെച്ച് കൊടുക്കാനായിട്ട്. അപ്പൊ ഇതില് കറക്റ്റ് റൗണ്ട് ഷേപ്പ് വേണമെന്ന് അങ്ങനെ ഒന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് ഇത് പരത്തിയെടുക്കാം. കാരണം നമ്മളിത് റോൾ ചെയ്തിട്ടൊന്ന് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ഒരുപാട് തിന്നായിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തി കുക്ക് ചെയ്യുന്ന അത്രയും കട്ടി കുറയണ്ട, അതിനേക്കാളും ഇത്തിരി ഒരു ചെറിയ തിക്നെസ് കണ്ടോ, ഈ ഒരു തിക്നെസ് വേണം. ഇതിലേക്ക് നമുക്ക് ആ ഫില്ലിങ് വെച്ച് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പൊ നമ്മൾ പൂരിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പരത്തില്ലേ, അതിനേക്കാളും കുറച്ചുകൂടെ കട്ടി വേണം. എത്ര ഒരുപാട് കട്ടി വേണ്ട, ഈ ഒരു തിക്നെസ് വേണം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിത് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. കണ്ടോ, ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. അപ്പൊ കട്ടി ഉള്ളത് കൊണ്ട് തന്നെ ഇത് പൊട്ടിപ്പോകത്തൊന്നുമില്ല. ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. ഇത് നമ്മൾ ചിലപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടാണല്ലോ എന്ന് ഓർക്കും. വളരെ സിമ്പിൾ ആണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. 1-2 പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ എളുപ്പമായിരിക്കും. എന്നിട്ട് ഇത് കണ്ടോ, ഇതുപോലെ തന്നെ കയ്യിൽ വെച്ചിട്ടൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. അത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ വിട്ട് പോരത്തൊന്നുമില്ല. അത് കാണുമ്പോൾ തോന്നും ഇട്ട് പോയാലെന്നൊക്കെ ഓർക്കും. കണ്ട് ഇതുപോലെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ ഇത് ഫ്രൈ ആക്കി എടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ എടുത്തേക്കുന്നേ. എന്നിട്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരണേ. തീ ഒന്ന് കുറച്ച് കൊടുത്ത ശേഷം നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം. നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. ഇവിടെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണിത്. പിന്നെ ഞാൻ ചിക്കൻ, പനീർ അല്ലെങ്കിൽ മഷ്റൂം, മുട്ടയൊക്കെ വെച്ചിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ വെജിറ്റബിൾസ് മാത്രം വെച്ചിട്ടും ചെയ്യാറുണ്ട്, ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ചെയ്യാറുണ്ട്. പക്ഷെ ഏറ്റവും ടേസ്റ്റ് കൂടുതൽ ചിക്കൻ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ്. ഇപ്പൊ ഇവിടെ കുട്ടികൾക്ക് ചിക്കൻ ഇഷ്ടമായതുകൊണ്ടായിരിക്കും. ചിക്കൻ വെച്ചിട്ട് ചെയ്യുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ഇത് സോസ് കൂട്ടിയൊക്കെ കഴിക്കാനായിട്ട്. അപ്പോ 4 മണിക്ക് എന്തെങ്കിലും സ്നാക്സ് നമുക്ക് വേണമല്ലോ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിട്ടിരിക്കുന്ന ദിവസം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ് ഇത്. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവും. അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കണം. വളരെ സിമ്പിൾ ആണ്, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. ഒരുപാട് എണ്ണയൊന്നും ചിലവാകത്തില്ല കേട്ടോ. ഞാൻ ഒഴിച്ചു കൊടുത്ത എണ്ണ അതുപോലെ തന്നെയുണ്ട്, ഒരുപാട് എണ്ണയൊന്നും ചിലവാകത്തില്ല. നല്ല ക്രിസ്പിയാണ്, എന്നാൽ അകത്ത് ഈ ഒരു സ്റ്റഫിങ് കൂടെ വന്നേക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. പിന്നെ സോസ് നിർബന്ധമൊന്നുമില്ല, സോസ് കൂടെ കൂട്ടി കഴിക്കുമ്പം കുറച്ചുകൂടി നല്ല ടേസ്റ്റ് തോന്നും. ചെറിയൊരു പുളിയും മധുരവും ഒക്കെ ഉള്ളത് കൊണ്ട്. അപ്പൊ എല്ലാവരും ഈ റെസിപ്പി തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ മറ്റൊരു ഈസി റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കുക. ടേക്ക് കെയർ, ബൈ.